നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ സ്റ്റോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 22/6/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില. ഇന്നലെ രാത്രിയിൽ കനത്ത മഴയായതിനാൽ മിക്ക ആൾക്കാരും ടാപ്പിംഗ് ഇറങ്ങിയില്ല. കാര്യം കനത്ത മഴയിൽ മരങ്ങളെല്ലാം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് കവറിട്ട മരങ്ങൾ പോലും വെട്ടാനാകാതെ മിക്ക റബ്ബർ കർഷകരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ സാധ്യത തുടരുമെന്നാണ് കാലാവസ്ഥ പറയുന്നത്. മധ്യകേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. കൂടുതൽ മേഘങ്ങൾ കരകയറിക്കൊണ്ടിരിക്കുന്നതും രാത്രി വൈകിയും ഇവിടെ മഴ തുടരുന്നു. ആകുമ്പോൾ റബ്ബർ ടാപ്പിംഗ് നടക്കത്തില്ല. ഇനി നമുക്ക് വിശദമായി ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 274, RSS 5 കിലോ 269, ISN 226, ലാറ്റക്സ് 60% DRCന് 168. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 224, RSS 5 കിലോ 269. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 167, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 125 പൈസ. ഇനി നമുക്ക് ഫീൽഡ് ലാറ്റക്സ് 232 രൂപ വ്യാപാരി വില. ഫാക്ടറി വില നോക്കുമ്പോൾ 242. വിശദമായി നോക്കുമ്പോൾ 25% DRCയിൽ 200 ലിറ്റർ പാലിന് 11,600 രൂപ, 30% DRCയിൽ 200 ലിറ്റർ പാലിന് 13,920 രൂപ, 35% DRCയിൽ 200 ലിറ്റർ പാലിന് 16,240 രൂപ, 40% DRCയിൽ 200 ലിറ്റർ പാലിന് 12,560 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരിയിൽ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 266, RSS 5 കിലോ 261, ISN 219 219 രൂപ 50 പൈസ മുതൽ 220 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയിൽ ഒട്ടുപാൽ കിലോ 146 മുതൽ 158 രൂപ. ഇന്നത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റിന് 13,390, ഒരു പവന് 1,07,120 അത്. ഇന്ന് ശനിയാഴ്ച വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 20 രൂപ, ഒരു പവന് മുകളിൽ 160 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 35 മുതൽ, വെളിച്ചെണ്ണ ലിറ്റർ 340, കൊപ്ര എടുത്തപടി 129, അടയ്ക്ക പുതിയത് 360, കാഞ്ഞിരക്കുരു 1,850, കയറടക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോട് കൂടി 330, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പ് 925, പിണ്ണാക്ക് എസ്പലർ 31, റോട്ടറി 39, കുരുമുളക് അൺകാർബിളിൽ 691, കുരുമുളക് പുതിയത് 681, കാർബിളിൽ 715, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സ്ഥലം 155, വാഴക്കുളം പൈനാപ്പിൾ പഴം 62, കാപ്പിക്കുരു കിൻഡൽ 36,000, വയനാടൻ കുരുമുളക് 690, ചേട്ടൻ 680. 102 സീറ്റും അധികാരത്തിലെത്തിയ UDF സർക്കാർ ആദ്യ ജൂൺ 15-ന് KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്കായി കൊടുത്തിരുന്നു. ഓർഡിനറി ബസ്സിൽ തുടക്കത്തിൽ ഇത് ചോദ്യം ചെയ്ത് റിട്ടേർഡ് ഹർജി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. അതിൻ്റെ വിധി ഇന്ന് ആണ് പറയുന്നത്. ഹർജിയിൽ പറയുന്നത് സ്ത്രീകളുടെ സൗജന്യ യാത്ര ഭരണഘടനാ വിരുദ്ധമാണ്, ലിംഗസമത്വമാണ് വേണ്ടിയെന്നാണ് പറയുന്നത്. എന്തായാലും ഖജനാവിന് ഭീമമായ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളുടെ സ്ഥിതി മോശമാവും. മിക്ക പ്രൈവറ്റ് ബസ്സുകളും നഷ്ടത്തിലാണ്. അതിന് വൻ സാമ്പത്തിക നഷ്ടവുമാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക്. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമേണ്ട കേട്ടെന്ന് വളരെയധികം നന്ദി.